on staying in step with the Spirit. Pray that the Lord will continue to use these words over these days. നാം ഈ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവാത്മാവിന് വിധേയപ്പെട്ടോ ആത്മാവിനോട് ചേർന്ന് നടക്കുക എന്നുള്ള നിലയിൽ അതിനോടുള്ള ബന്ധത്തിലുള്ള സന്ദേശങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ തുറന്നുകൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇന്നത്തെ സന്ദേശവും നിൽക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം നമ്മുടെ സന്ദേശത്തിന്റെ കുറിവാക്യമായി വായിക്കും. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. If we live in the Spirit, since we live by the Spirit, let us keep in step with the Spirit. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് നാം ആത്മാവിൽ ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ വിധേയപ്പെട്ടോ നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. The Lord is speaking through the Galatian church to our church, to us individually this morning. ദൈവത്തിന്റെ ആത്മാവ് ഗലാത്യ സഭയിലൂടെ നമ്മുടെ സഭയോട് സംസാരിക്കുന്നു. നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. Been in a series on staying in step with the Spirit. We covered many different aspects of the Holy Spirit's leading in our life. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തുടർമാനമായി സന്ദേശങ്ങളിലൂടെ നാം കടന്നു വരികയായിരുന്നു. പല വിഷയങ്ങൾ നാം ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. ആത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ നിയോഗിക്കുന്ന അനുസരിച്ച് ആത്മാവിനോട് ചേർന്ന് നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ We talked about the Spirit wanting to lead us, but we are too loud and we are too comfortable to hear the voice of the Lord. പലപ്പോഴും നാം കണ്ടത് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. കാരണം വളരെ സുഖകരമായ അന്തരീക്ഷത്തിൽ നാം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. Spirit is speaking this morning if we are listening to Him. ഇന്ന് പകൽക്കാലവും നിങ്ങൾക്ക് കേൾക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Then we talked about being tailor-made, custom plan of the Holy Spirit for each and every person here this morning. പരിശുദ്ധാത്മാവിന് നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായ പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ള നിലയിലാണ് ടൈലർ മെയ്ഡ് എന്നുള്ള നിലയിൽ തുന്നൽക്കാരൻ അളവെടുത്ത് തയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായി ഉണ്ടാക്കി തരുന്നതിനോട് ബന്ധത്തെ നാം ചിന്തിക്കുമ്പോൾ If we truly understand this principle, it will revolutionize Pentecostal churches as we know it today. ഇത് വാസ്തവമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുന്നതിന്റെ അതിനെ സമ്പൂർണ്ണമായി മാറ്റിമറിക്കുവാൻ ഈ വിഷയങ്ങൾക്ക് കഴിയും. How many of you are tired of the competition and the spirit and political moves all through Pentecostal churches? How many of you are tired of that? നിങ്ങൾ എത്ര പേര് ഈ ഇതിനെ നിരാശപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ട്? ആത്മീയ ഗോളത്തിലെ പെന്തക്കോസ്ത് ഗോളത്തിൽ നടക്കുന്ന മത്സരങ്ങൾ, സ്ഥാനമോഹങ്ങൾ, അതിനോടുള്ള ബന്ധത്തിലുള്ള കിടമത്സരങ്ങൾ. I guess only 50% of you are tired of it. The rest of you like it. നിങ്ങളുടെ പകുതിയോളം ആളുകളുടെ കരങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അതിനർത്ഥം നിങ്ങൾ പകുതി ആളുകൾ ഇപ്പോഴും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. But God, the Holy Spirit says there's no reason to compete with anyone because God is the one determining who gets what spirit. It's tailor-made for you and for me. Don't push into the front. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും മുൻപിൽ വരുവാൻ വേണ്ടി നാം തത്രപ്പെടേണ്ട കാര്യമില്ല. പരസ്പരം നാം മത്സരിക്കുകയോ പോരടിക്കുകയോ ചെയ്യേണ്ടതായ കാര്യമില്ല. ആത്മാവ് അതിന്റെ തക്ക സമയത്ത് മുന്നിൽ കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവാത്മാവിന് വ്യക്തമായ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതനുസരിച്ച് ആത്മാവ് കൊണ്ടുവരികയാണ്. My son Chris went to on a mission trip a couple of years ago, and he tells his experience of the Bombay subway train, and some of you know what I'm talking about. When you stand in the train subway station in Mumbai, you don't even have to do anything to get on the train. You just have to stand there. Undi thalli annu kettikolu. Irakkunnathu പോലെ. എന്റെ മകനെ ക്രിസ്തു ചില നാളുകൾക്ക് മുമ്പ് മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തിൽ ഇന്ത്യയിൽ കടന്നുപോയ സമയത്ത് ബോംബെയിലെ റെയിൽവേ സിസ്റ്റത്തോടുള്ള ബന്ധത്തിൽ അനുഭവിച്ച കാര്യം പറയുകയുണ്ടായി. ആ ട്രെയിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ടതിന് വേണ്ടിയോ നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആളുകൾ ഉന്തി നമ്മളെ അകത്താക്കും, അതുപോലെ തന്നെ ഉന്തി നമ്മളെ പുറത്താക്കും. It's like that sometimes in the body of Christ, and we get flowing and taken into this flow of what people want instead of what God wants. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ ഹിതമനുസരിച്ച് അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ദൈവാത്മാവിന്റെ വിധേയപ്പെട്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ ഹിതം നാം തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. Tailor-made. Lord, what do you have for me? I want to be custom tailored for you. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയണം: ദൈവമേ, അവിടുന്ന് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? അവിടുത്തെ ആത്മാവ് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്, എന്റെ പദ്ധതി എന്താണ്, അതിന് വിധേയപ്പെട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുവാൻ നമുക്ക് കഴിയണം. Praise God. I want to be used right where I am, at my workplace, at my school, at my online world.
on my driving, on my business. I want to be used custom made right where you have me, Lord. And only you can do that. Only you ദൈവമേ, can do that. ഞാൻ എവിടെ ആയിരിക്കുന്നു, എന്റെ സ്കൂളില് അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്ത്, എന്റെ യാത്രയില്, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളില് ദൈവാത്മാവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള നിലയിൽ ആത്മാവിന് വിധേയപ്പെടുവാൻ നമുക്കിടയാകും. Tailor-made. Then we talked about fruit last week. True and false fruit. Fake or real fruit. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ആത്മാവിന്റെ ഫലങ്ങൾ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലായിരുന്നു. വാസ്തവമായ ഫലങ്ങളും അതുപോലെ തന്നെ ഫലമല്ലാത്തതായ കൃത്രിമമായ ഫലങ്ങളെയും നാം കാണുകയുണ്ടായി. Are we fruitful? Asking yourself, seeing where we are. And a powerful illustration that I didn't even realize happened at that day. And then later on, the confirmation of that later on. I want to just share that experience briefly. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ സന്ദേശത്തോടുള്ള ബന്ധത്തില് ആ ദൃഷ്ടാന്തം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് എത്രമാത്രം ഫലപ്രദമായിരിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇഫക്റ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന് വ്യക്തമായ നിർണയം ആ വിഷയത്തിലുണ്ടായിരുന്നു. അതിനുള്ള ബന്ധത്തിലുള്ള കാര്യം സംക്ഷിപ്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Picture truly is worth 1,000 words. One picture is worth 1,000 words. ഒരു ചിത്രം എന്ന് പറയുന്നത് 1000 വാക്കുകളേക്കാൾ മികച്ചതാണ്. If you keep fruit too long in the storage, it will naturally rot. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഒരു ഫലം എന്ന് പറയുന്നത് ഒരുപാട് നാളുകളിലേക്ക് നാം സൂക്ഷിച്ചു വെച്ചാൽ അത് സ്വാഭാവികമായും അത് ഉപയോഗശൂന്യമായി മാറും. I thank God for the Holy Spirit that touched lives after that illustration, and that the Lord Himself will speak to us in His own way of, Lord, how would you want me to be used and not stored away? ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നതിനുള്ള ബന്ധത്തിൽ അതിനുശേഷമായിട്ട് വാസ്തവമായി ദൈവാത്മാവ് നമ്മൾ പലരോടും സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താണ് നമ്മളുള്ളതായ ഫലങ്ങൾ ഏതവസ്ഥയിലായിരിക്കണം എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ മനസ്സിലാക്കുന്നു. Storage. നാം പലപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുകയാണ്. Storage. America is the only country in the world that I know of that has public storage. എന്റെ അറിവില് അമേരിക്കയിൽ മാത്രമാണ് പബ്ലിക് സ്റ്റോറേജുകൾ അല്ലെങ്കിൽ പൊതു സംഭരണികൾ ഉള്ളത്. ഈ രാജ്യത്ത് മാത്രമാണ്. Pastor Don Goshi and I were talking about this the other day on the way to drop him off. Public storage, people unloading, loading, and there's a lot of those storages that people have forgotten about. Nobody knows what's in there. They don't even know. The people that put it in there don't even know. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ജോൺ ഗോഷിക്ക് റൈഡ് കൊടുത്തു പോകുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആളുകൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷമായിട്ട് മിക്കവാറും സമയങ്ങളിൽ ആളുകൾ തന്നെ മറന്നു പോകുന്നു. അവർ ഏത് സ്റ്റോറേജിൽ വെച്ചുവെന്നോ ഏതെല്ലാം കാര്യങ്ങളാണ് സ്റ്റോറേജിൽ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നതെന്നോ പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണ്. You've seen the show Storage Wars? Some of you have seen the show Storage Wars. Have you seen that? Some of you have seen it? Yes? Storage wars എന്നുള്ള ഷോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? People that have forgotten about what they put in storage, then the owners have to auction off what stuff is in there. Nobody knows what's in there. It's a risk you're taking what's in there. This is the condition of people here, stuff here. We got way too much things in storage. ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്റ്റോറേജുകളിൽ കൊണ്ട് ആളുകൾ വെച്ചതിന് ശേഷമായിട്ട് ദീർഘനാളുകൾ കഴിയുമ്പോൾ അവരിത് പൂർണ്ണമായി മറന്നു പോകുന്നു. അതിനുശേഷമായിട്ട് സ്റ്റോറേജിന്റെ ഓണേഴ്സ് അവർ ഓപ്ഷനിലൂടെ കടത്തിവിടുന്നു. ഇതൊക്കെ പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണ്. God says, I don't want you to be in storage. ഇങ്ങനെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. I want you to be fruitful, useful, used by God wherever God you want me to be used. Let me be useful, not in storage. നമ്മൾ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല, അത് ഉപയോഗിക്കേണ്ടതാണ്. അത് ഫലപ്രദമായ നിലയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. I'll keep it to myself. I got this thing. I'll give it when there's a large crowd, then I'll give it to them. God says, no. You're going to rot. Use it now. I was telling that to the youth yesterday. Use what you have now. പലപ്പോഴും നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളെ നിക്ഷിപ്തമാക്കി നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ്. അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന് മുമ്പിൽ വലിയ ജനാവലിയുടെ മുമ്പിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ള ആ ചിന്തയോടുകൂടി നാം ഇത് അടക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് പകർന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിപ്പാൻ അത് ഇപ്പോൾ തന്നെ
തന്നെ. Right now. Amen. Right now, brothers and sisters, right now. സഹോദരി സഹോദരന്മാരെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. Right now. I'll wait for the big Reinhard Bonnke meetings and then I'll be used by God. ഞാൻ റൈനാർഡ് ബോങ്കയുടെ വലിയ മീറ്റിംഗിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. No. അങ്ങനെയല്ല. Right now. ഇപ്പോൾ തന്നെ. Right now at 11:38 in the morning on Sunday, September 8th. Right now. ഈ 2013 സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച രാവിലെ സമയം ഇപ്പോൾ തന്നെ ദൈവാത്മാവ് നിങ്ങൾ എന്ത് നൽകിയിരിക്കുന്നുവോ, ദൈവം നിങ്ങൾ എന്ത് നൽകിയിരിക്കുന്നുവോ അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. What's the Lord saying to you right now? ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? What is it right now, brothers and sisters? What is it right now? ദൈവാത്മാവ് ഇപ്പോൾ നിങ്ങളോട് എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? Right now. ഇപ്പോൾ എന്ത് സംസാരിക്കുന്നു? Right now. ഇപ്പോൾ എന്താണ് സംസാരിക്കുന്നത്? Right now. ഇപ്പോൾ ആത്മാവ് നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു? Hallelujah. Right now. Hallelujah. Glory to God. Amen. Oh, what a powerful principle if we would just get in the now. We don't have to wait for God and do great things later. Right now, Lord, stir us right now. Hallelujah. നാം പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അത് ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് നാം കാത്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെയല്ല, അതിപ്പോൾ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. Praise God. Hallelujah. Use what you have right now. നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ ഉണ്ടോ അതിപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. Right now, somebody should be picking up their trash right now. Oh wait, I'll let the janitor pick it up later. Right now. Hint, hint, hint. Right now. Right now, somebody else should be helping me with that illustration. Right now, somebody else should be looking after the children's church. Right now. Right now, there's children that need a children's church leader. Right now. സഭയോടുള്ള ബന്ധത്തിൽ നാം കടന്നു വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ വൈവിധ്യങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മുടെ മുമ്പിലുണ്ട്. ട്രാഷ് കണ്ടാൽ എടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ യൂത്തിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുക. സഭയുടെ വൈവിധ്യങ്ങളായ ശുശ്രൂഷകളിൽ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത് ആ സമയത്ത് തന്നെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. That's all right, I'll pick it up. No big deal. Pastor will pick it up. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പാസ്റ്റർ ചെയ്യേണ്ടി വരും. Glory to God. If you're not willing to pick up the trash, God ain't going to give you anything much bigger than that. Amen. അതിന് ആരും പറയാനില്ല. Praise God. Nobody wants to pick up the trash. ആർക്കും ട്രാഷ് എടുക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. And we want the big ministry. നമുക്കെല്ലാം വലിയ ശുശ്രൂഷകളാണ് വേണ്ടത്. D.L. Moody shined shoes. While the big evangelists and pastors were inside the building, he was shining their shoes. വലിയ പ്രസംഗകനായിരുന്ന D.L. മൂഡിയെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ വലിയ ശുശ്രൂഷകന്മാർ പാസ്റ്റേഴ്സ് അകത്തായിരിക്കുന്ന സമയത്ത് D.L. മൂഡി ദൈവദാസന്മാരുടെയും മറ്റുള്ളവരുടെയും ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. Got a little elbow grease. It takes a little elbow grease to do that. ഷൂകളെ ക്ലീൻ ആക്കണമെങ്കിൽ ഈ കൈയുടെ മുട്ടൂടെ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കുന്ന സംവിധാനം. After they came out of the meeting, all their shoes were clean, but they didn't know who did it. അവർ യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ശുശ്രൂഷകന്മാർ മനസ്സിലാക്കുന്നില്ല അവർ ഇട്ടു പോയ ഷൂവിലെ വൃത്തികേടുകളെല്ലാം നീക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി ഷൂ ഇട്ടിരിക്കുന്നു. ആരാണ് ചെയ്തതെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. D.L. Moody didn't have much education. He didn't have much grammar. He didn't have a sophisticated erudite to philosophical viewpoints, but he was used by God to reach millions of people. ലക്ഷക്കണക്കിന് ആളുകളെ ദൈവത്തിലേക്ക് നേടിയ കർത്താവിലേക്ക് നേടിയതായ മൂടി വലിയ വിദ്യാസമ്പന്നനായിരുന്നില്ല. ഗ്രാമർ വ്യാകരണം അനുസരിച്ച് സംസാരിക്കാൻ തന്നെ അറിഞ്ഞുകൂടായിരുന്നു. ഭാഷാപരമായി അദ്ദേഹത്തിന്റെ ഭാഷ വളരെ പിന്നോക്കമായിരുന്നു. എന്നാൽ ദൈവം ലക്ഷക്കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ മൂടിയെ ഉപയോഗിച്ചു. Praise God. I haven't even gotten to the message yet. ഞാൻ ഇതുവരെ സന്ദേശത്തിൽ എത്തിയില്ല. Hallelujah. In the theater, I haven't even started my message yet. This is the introduction, warm up. എന്റെ സന്ദേശത്തിന്റെ ആരംഭത്തിൽ പോലും ഞാൻ വന്നിട്ടില്ല. ഇത് സന്ദേശത്തിന്റെ മുഖവുര മാത്രമായി നിൽക്കുകയാണ്. But I think the Lord had a purpose in all of that. ഇതിനെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Today the title is More or Less. കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നുള്ള നിലയിലാണ് ഇന്നത്തെ സന്ദേശം നിൽക്കുന്നത്. How to be filled with the Spirit. എങ്ങനെ നമുക്ക് ആത്മാവിൽ നിറയുവാൻ കഴിയുമെന്നുള്ളതാണ്. Glory to God. How many of you want to be filled with the Spirit this morning? നിങ്ങൾ എത്ര പേർ ദൈവാത്മാവിനെ നിറയപ്പെട്ടവരോട്? How many of you want to be filled with the Spirit? ഇന്ന് പകൽക്കാലം ആത്മാവിനെ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you won't raise your hands no matter what I say? No matter how many, hey, I'll give you $1 million if you raise your hand. Will you raise your hand? I'll buy lunch for everybody that raises their hand.
How many people are? Look at their hands go. Praise God. Hallelujah. How to be filled with the Spirit. എങ്ങനെ ആണ് ആത്മാവിനെ നിറയപ്പെടുവാൻ കഴിയുന്നു? There's two aspects of life that we as Christians live, the life of faith and the walk of faith. നാം ഇതിനെ രണ്ട് ദിശകളിൽ ഇതിനെ കാണുകയാണ്. ഒന്ന് വിശ്വാസത്താൽ നാം ജീവിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്, അതുപോലെ രണ്ടാമത്തേത് വിശ്വാസത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. It's a life that we know what we believe, we have a lot of information, a lot of Bible study, a lot of preaching, a lot of teaching. We are filled to the rim with the faith that we know we have, but the walking is a different story. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ നിലയിലാണ് നിൽക്കുന്നത്. ലൈഫ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന നിലയിൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇൻസൈഡ് നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചു വെക്കുവാൻ ഒക്കെ നമുക്ക് കഴിയും. എന്നാൽ ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ അനുഭവമാണ്. How's your walk? നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണ്? How's your walk? നിങ്ങളുടെ നടപ്പ് എപ്രകാരമാണ്? How's your walk this morning? ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ നടപ്പ് എങ്ങനെയുണ്ട്? For infilling of the Spirit, we need four things. I want to cover these four things in a few minutes here. 4 വിഷയങ്ങൾ ഈ സന്ദേശത്തോട് ബന്ധത്തിൽ പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Psalm 1:1-3 shows, well, first of all, to get filled, a more infilling of the Spirit, we need, first of all, a clearing. We need to clear out some things. ഈ ആത്മാവിനെ പ്രാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഒന്നാമതായിട്ട് നാം കാണേണ്ടത് 1-ാം സങ്കീർത്തനം അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ശുദ്ധീകരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ലീൻ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട്. You read Psalms 1:1-3. സങ്കീർത്തനം 1:1 മുതൽ 3 വരെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. Praise God. Hallelujah. Some of us, we pray for the Spirit infilling and nothing's happening. നമ്മൾ ചില ആളുകൾ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഒന്നും സാധിക്കുന്നില്ല. Because we're walking in the counsel of the wicked, we're standing in the way of sinners, we're sitting in the seat of mockers. God's not going to fill anybody that's not standing and sitting and walking the way they should be. God's not going to do that. എന്തുകൊണ്ട് അവരൊന്നും പ്രാപിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു, പരിഹാസികളുടെ കൂട്ടത്തിൽ നടക്കുന്നു, ആ നിലയിലുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫലപ്രദമാകാതെ പോകുന്നു. Praise God. But his delight is in the law of the Lord. എന്നാൽ അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ അവന് പ്രകാശം ഉദിക്കുന്നു, അവൻ ഇഷ്ടപ്പെടുന്നു. Delight. They like the things of the Lord. അവരെ കർത്താവിനെ പോലെയാകുന്നു എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ പ്രകാശം ഉദിക്കുന്നു. They like coming to church. അവര് ആലയത്തിലേക്ക് വരുവാൻ പ്രിയപ്പെടുന്നു. They like listening to good Christian music. അവര് നല്ല ഗാനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. They're not in church so they can text each other on Sunday morning. അവര് ചർച്ചിൽ വന്നു കഴിയുമ്പോൾ പരസ്പരം ടെക്സ്റ്റ് ചെയ്യുന്നില്ല. Their delight is in the law of the Lord. അവര് ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷവും പ്രമോദവും അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവാലയത്തിൽ പോകുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. I was glad when they said unto me, let's go to the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. So this morning there's a clearing that's needed to clear out. Where are you walking? Where are you? Who are your friends? Where are you walking? Where are you walking? ഇന്ന് രാവിലെ സമയം ഈ വിഷയം നാം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ നടപ്പ് എങ്ങനെയുണ്ട്? നിങ്ങൾ ആരോട് കൂടെയാണ് നടക്കുന്നത്? ആരോട് കൂടെ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു? ആരാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ? ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. Where are you standing? നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? Where are you sitting? എവിടെയാണ് ഇരിക്കുന്നത്? Till you clear out some of these things, the Spirit of the Lord will not fill you anymore. ഈ കാര്യങ്ങളിൽ നിങ്ങളൊരു വ്യക്തത വരുത്തിയില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല. Praise God. Hallelujah. Lord, let me clear out some of these things. Would you take that decision this morning? Lord, I'm going to clear out some of the things that I need to do. My walking, my standing, my sitting. I'm not going to do some of these things. Take a decision today. ഇന്ന് രാവിലെ സമയം ഇപ്പോൾ തന്നെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുമോ? എന്റെ വാക്കിനോടുള്ള ബന്ധത്തില്, എന്റെ നടപ്പിനോടുള്ള ബന്ധത്തില്, എന്റെ ഇരിപ്പിനോടുള്ള ബന്ധത്തില് വിട്ടുകളയാനുള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുമാറുന്ന കർത്താവിനുള്ള നിലയിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു പ്രതിഷ്ഠയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? The definition is emptying, releasing, getting rid of it, an empty cargo, unoccupied, get it out, empty it,
clear it out. ആ വാക്കിനോട് ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങൾ ചിന്തിപ്പാൻ കഴിയും. പൂർണ്ണമായി ശൂന്യമാക്കുക, അല്ലെങ്കിൽ നിറഞ്ഞിരുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയിട്ട് പൂർണ്ണമായും അത് ശൂന്യമാക്കിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന നിലയിലാണ് ഈ പറഞ്ഞു നിൽക്കുന്നത്. ആ ലോഡും carry the load ആവശ്യമില്ല. Don't carry that load. Don't carry that load. നിങ്ങൾ ആ ഭാരം വഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. Secondly, it requires a cleansing. Psalms 32 verse 1 and 2. 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Psalms 32 verse 1 and 2. ലംഘനം മറച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവയെ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Praise God. Hallelujah. Glory to God. What joy there is for those who walk. Psalms 32. Oh, what joy for those whose disobedience is forgiven, whose sin is put out of sight. ആ ലംഘനം മറച്ച് അത് മോചിക്കപ്പെട്ടു, അത് ക്ഷമിക്കപ്പെട്ടതായ മനുഷ്യന്റെ സന്തോഷം എത്ര വലുതാണെന്നാണ് സങ്കീർത്തനക്കാരോട് പറയുന്നത്. Have you experienced that joy? നിങ്ങൾ ആ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? Have you experienced the joy of true, total forgiveness? ആ പരിപൂർണമായ അല്ലെങ്കിൽ സമ്പൂർണമായ ആ ക്ഷമ ലഭിച്ചതിൻ്റെതായ ആ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? Total cleansing? സമ്പൂർണമായ ശുദ്ധീകരണം പ്രാപിച്ചതിന്റെ സന്തോഷം നിങ്ങൾക്കുണ്ടോ? Has the record been cleared of any guilt this morning? പാപത്തെ കുറിച്ചുള്ളതായ ആ ബോധം പരിപൂർണമായി നീക്കിക്കളഞ്ഞ് കുറ്റബോധങ്ങളെ പരിപൂർണമായി നീക്കിക്കളയുന്നതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? Praise God. Then only when we say that, and we can say that, then only God can fill us with the Holy Spirit. ആ അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. Glory to God. Hallelujah. Thirdly, we need a conceding. Romans 6:16. We need to concede, or we need to give in. We need to yield to something. നാം എന്തിനു സമർപ്പിച്ചു കൊടുക്കണമെങ്കിൽ നാം കീഴടങ്ങി കൊടുക്കണം എന്നുള്ള നിലയിലാണ് റോമാലേഖനം 6:16 നമ്മളോട് പറയുന്നത്. Romans 6 verse 16. റോമൻ 6:16. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? A samarpanam, a submission, a willingness, a concession, a giving in, a yielding to the Spirit. കീഴടങ്ങി കൊടുക്കുന്ന, അല്ലെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന, വിധേയപ്പെടുത്തി കൊടുക്കുന്ന ആ അനുഭവം. How many of you are willing to say, God the Holy Spirit, I'm yielding to you? പരിശുദ്ധാത്മാവേ, അങ്ങേ ആ ആത്മാവിന്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചു തരുന്നു എന്ന് പറയുവാൻ നിങ്ങൾ എത്ര പേർക്ക് കഴിയും? Some of us think we know God more than God knows Him. നമ്മൾ പലരും ചിന്തിക്കുന്നത് ദൈവത്തെ നമുക്ക് നന്നായിട്ട് അറിയാം, ദൈവം നമ്മളെ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട്. We got God in the pocketbook. We have Him, and we'll pull Him out when we need it. God, the Holy Spirit, says, no, don't mess with me like that. ദൈവം നമ്മുടെ പോക്കറ്റിലുണ്ടെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതി. ഏത് അവസരത്തിൽ എനിക്ക് ദൈവത്തെ വേണമോ അപ്പോൾ പോക്കറ്റിൽ നിന്നെടുത്ത് ഉപയോഗിച്ച് ആ നിലയിൽ ദൈവത്തെ കൈകാര്യം ചെയ്യാമെന്നുള്ള നിലയിൽ നടക്കുന്നവരാണ് നമ്മൾ പലരും. Don't you realize that you become a slave of whatever you choose to yield to? നിങ്ങൾ അറിയണം, നാം ഇവിടെ സമർപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അടിമയെ പോലെ അല്ലെങ്കിൽ ദാസനെ പോലെ സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. This week in Tampa, I was at a roundabout and there was a yield sign that I didn't yield. I almost got into an accident around the turnabout because I didn't yield. ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത്, ചാമ്പയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഈൽഡ് സൈൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മുമ്പ് ഞാൻ കീഴടങ്ങി കൊടുത്തില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തില്ല. ഒരു ആക്സിഡന്റിലേക്ക് എത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈൽഡ് ചെയ്യേണ്ടടുത്ത് ഈൽഡ് ചെയ്യാഞ്ഞതുകൊണ്ട്. There was another car coming with a greater force that I should have yielded to, and I had to slam on the brakes because I wasn't willing to yield. മറ്റു എതിർദിശയിൽ നിന്ന് ഒരു കാർ അതിവേഗം വരുന്നു. അങ്ങനെയുള്ളതായ സ്ഥലത്ത് എനിക്ക് ഈൽഡിന്റെ സൈൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞാൻ പരിപൂർണമായും ഈൽഡ് ചെയ്യേണ്ടതായിരുന്നു. ചെയ്യാതെ വരുന്നത് കൊണ്ട് ഒരു ആക്സിഡന്റ് ആണ് അവിടെ സംജാതമാകുന്നത്. Whoever invented roundabouts, I don't know what they were thinking when they invented these roundabout things. നാട്ടിൽ ഇതിനേക്കാളും കഷ്ടമാണ്. നാട്ടിൽ yield sign ഉണ്ടെങ്കിലും റെഡ് ലൈറ്റ് ഉണ്ടെങ്കിലും പോലീസുകാരെന്നാലും ആരും നിൽക്കത്തില്ല. It's every man, every brother, every sister, every dog for themselves in the roundabout. ആരാണിത് കണ്ടുപിടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആ സമയത്ത് റോഡിലെ ഈ വൃത്തം ഉള്ളതായ അതുപോലുള്ള ജംഗ്ഷനുകൾ, അതിലുള്ള സംവിധാനങ്ങളിൽ ആര് കണ്ടുപിടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ പോലീസ് ഉണ്ടെങ്കിലും ആളുകൾ അനുസരിക്കുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നായ അതിലൂടെ നടക്കുന്നു, അങ്ങനെയുള്ള സകല ജീവികൾ അതിലൂടെ നടക്കുന്നു. ഇങ്ങനെയുള്ള അന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയും. Yielding is important. കീഴടങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. So we're going to pray in a few minutes.
and we're going to ask the Lord to fill us with the Holy Spirit. But if you're not willing to yield, that prayer will go nowhere. Their prayer will be useless, ineffective. നാം അല്പം കൂടെ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ മുമ്പ് നിങ്ങളോട് വീണ്ടും പറയട്ടെ, നാം എത്ര പ്രാർത്ഥിച്ചാലും കീഴടങ്ങുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ആത്മാവിന് നമ്മളോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Sometimes God has to send an experience to us, a suffering, a trial, a tribulation to yield us. നാം കീഴടങ്ങുവാൻ മടിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കീഴടങ്ങുവാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ, വേദനകൾ, അതുപോലുള്ള അനുഭവങ്ങളോട് ദൈവം നമ്മളെ കടത്തിവിടുന്നു. Joni Eareckson Tada, some of you know her, and she has this quote: "Suffering has always been intimately linked with creativity. Limitations force us to yield." ജോണി എറിക്സൺ ടാഡ എന്ന് പറയുന്ന ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിൽ വളരെ വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. അവരുടെ അനുഭവത്തോടെ ബന്ധത്തിൽ അവർ പറയുന്നത് ഈ ദൈവസന്നിധി സമർപ്പിക്കാനുള്ള മനോഹരമായി പറയുന്നു. When we yield to God the Creator, He starts to do creative things in us. നാം ദൈവത്തിന് വേണ്ടി വിധേയപ്പെട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മളിലൂടെ ദൈവം സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. Maybe you're going through a suffering, a trial, a tribulation right now. God is saying, if you yield yourself, I can use you with great creativity, great ideas. Great things for God have been accomplished by those who are in the most suffering. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസത്തിലൂടെ, വൈഷമ്യങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി ഓർക്കുക, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. മെച്ചമായ അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കടത്തിവിടുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ കാണുക. Glory to God. Some of the greatest songs, some of the songs we sang today were written by those who went through tremendous suffering and they yielded to the Spirit of the Lord, and God used them for great songs that we still sing today. ലോകത്തിലെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മനോഹരമായ പല ഗാനങ്ങളുടെയും പശ്ചാത്തലം നാം അന്വേഷിച്ചാലും ആ ഗാനരചയിതാക്കൾ അവരുടെ ജീവിതത്തിലെ വലിയ ശോധനയിലൂടെ, വലിയ വേദനയിലൂടെ, വലിയ നിരാശയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ മധ്യത്തിൽ ദൈവാത്മാവ് അവരെ ഉപയോഗിച്ച് എഴുതിയ പാട്ടാണ്. ഇന്ന് രാവിലെ നാം അങ്ങനെയുള്ള പാട്ട് പാടുകയുണ്ടായി. Fourthly, and let me close with this, we need fourthly to be filled with the Spirit. We not only need a clearing, a cleansing, a conceding, we need a craving. ഒരു ആഗ്രഹം വേണം ഇതിനു വേണ്ടി. Glory to God. We need a craving. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ കാര്യങ്ങൾക്ക് കുറിച്ചുള്ളതായ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. John 7:37. യോഹന്നാൻ 7:37. On that last day, yes. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലം അതിലുണ്ടവിടെ. അത് സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് കുടിക്കാം. അത് അവിടെ ഏതാണ്ട് ഒരു ദേശത്ത്, എവിടാണ്ട് ഒരു സമയത്ത്, എപ്പോഴെങ്കിലും over there in the sweet by and by we shall be. പാടുന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞ, this is how we treat the Holy Spirit later on. പിന്നെങ്ങാണ് നമുക്ക് അനുഭവിക്കാൻ. ജീവജലം അവിടെ. It's over there, somewhere out there in the by and by, in the sweet, beyond the clouds. Hallelujah. We don't have a craving. Do we have a craving? Does anybody here have a desire to be filled with the Spirit? ഇന്ന് വാസ്തവമായി ആത്മാവിനാൽ നിറയപ്പെടുന്നതായ ഹൃദയംഗമായ വാഞ്ച നിങ്ങൾ എത്ര പേർക്കുണ്ട്? Right now I'm kind of dry right now. ഞാനൊരു വരണ്ട അവസ്ഥയിലാണ് ഇപ്പോഴായിരിക്കുന്നത്. I'd like to drink this whole thing ഞാൻ ഈ ബോട്ടിലെ വെള്ളം മുഴുവൻ കുടിക്കാൻ എനിക്ക് വാഞ്ചയുള്ളൂ. because I'm thirsty. കാരണം എനിക്ക് ദാഹം. And why get dryness in my mouth is dry right now. എന്റെ വായ വരണ്ട അവസ്ഥയിലാണ് ഇപ്പോഴായിരിക്കുന്നത്. I want to drink some water. ഞാൻ അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Are you thirsty? നിങ്ങൾ എത്ര പേർക്ക് ദാഹമുണ്ട്? I know you're hungry. നിങ്ങൾക്ക് വിശക്കണമെന്ന് എനിക്കറിയാം. But are you thirsty? നിങ്ങൾ എത്ര പേർക്ക് ദാഹമുണ്ട്? I have 2 glasses here. One is somewhat clean, the other is clean. ഇവിടെ 2 ഗ്ലാസുകളുണ്ട്. ഒന്ന് നന്നായി ക്ലീൻ ആക്കിയതാണ്, ഒന്ന് അത്രമാത്രം വൃത്തിയുള്ളതല്ല. If I were to pour this water and give it to any of you in this somewhat clean glass, how many of you would drink it?
ആരെങ്കിലും കുടിക്കൂ? ഞാൻ ഈ വെള്ളത്തില് വെള്ളമെടുത്ത് പൂർണ്ണമായും വൃത്തിയാകാത്ത കപ്പിലേക്ക് ഒഴിച്ചാൽ നിങ്ങൾ എത്ര വെള്ളം കുടിക്കും? നല്ല വെള്ളമാണ്. ഈ ബോട്ടിലുള്ളത് നല്ല വെള്ളമാണ്. നല്ല purified water from Sam's Club. God only knows where this water is from. But in this half clean glass, it's kind of okay clean. It's not Mr. Clean Clean, it's just clean. We'll give us some water. Anybody want to drink it? Anybody want a drink of this good water in this not so good vessel? നിങ്ങളുടെ എത്ര പേര് ഈ നല്ല വെള്ളം അത്രമാത്രം വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വൃത്തിഹീനമായ ഒരു പാത്രത്തിൽ നൽകിയാൽ നിങ്ങൾ എത്ര പേര് കുടിക്കും? Why are we asking God to fill us when we are unclean inside? നമ്മൾ പലപ്പോഴും ദൈവത്തോട് ആവശ്യപ്പെടുന്നത് നമ്മളെ നിറയ്ക്കണമേ എന്ന് നാം പറയുകയാണ്. എന്നാൽ അകത്ത് വാസ്തവമായി അതിൻ്റെതായ ശുദ്ധീകരണം നാം വരുത്തിയിട്ടില്ല. God will not do it. ദൈവം അത് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ കുടിക്കത്തില്ല, പിന്നെ ദൈവം നമുക്ക് വേണ്ടി അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോലും കുടിക്കത്തില്ല. ദൈവം അതിഭയങ്കര വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അവിശ്വസ്തതയും നമ്മൾ വേണ്ടാത്ത കാര്യത്തിലും നമ്മൾ നടപ്പും നമ്മുടെ നീരിപ്പും നമ്മുടെ സംസാരവും രീതികളും എല്ലാം കഴിഞ്ഞിട്ട് ദൈവം പറയാ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പെന്തക്കോസ്ത് നാളിൽ ശക്തി പകർന്നതുപോൽ എന്ന് പറഞ്ഞ് എത്ര പാടിയാലും നിറയത്തില്ല. ആ നിറവ് വന്ന് നിറവല്ലത്. That's not even a filling. What is that? അത് ഇളക്കപ്പെരുക്കാണ്. That's not the filling what God is talking about. Hallelujah. വൈകാരികമായ അനുഭവത്തെ കുറിച്ചല്ല ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന. ദൈവവചനം പറയുന്നത് നിലനിൽക്കുന്നതായ ആ നിലയിലുള്ള ദൈവപ്രവർത്തനമാണ്, ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. We need a craving, we need a desire, we need a hunger, a thirst for more, not less. നമുക്ക് കൂടുതൽ വേണമെന്നുള്ളതായ ആഗ്രഹം, വാഞ്ച, ദാഹം ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിന്നെ ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നവർക്കാണ് ജീവജലം. ദാഹിക്കുന്നവർക്ക് കൊടുക്കുന്നു. ദാഹമുണ്ടോ? Are we thirsty for the Spirit of the Lord? വാസ്തവമായി ആത്മാവിനെ കുറിച്ചുള്ളതായ വാഞ്ച, ദാഹം നിങ്ങൾക്കുണ്ടോ? Conceding cleansing. Spurgeon's quote, I love this quote. Nothing is more deadly than self-righteousness, or more hopeful than contrition. ലംഘനം ക്ഷമിച്ചും ഭാവം മറച്ചും മനുഷ്യൻ ഭാഗ്യവാൻ. Nothing is more deadly than self-righteous, outwardly looking good people trying to get filled with the Spirit of the living God. സ്പർജനപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വയനീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ നീതീകരിക്കുക എന്ന് പറയുന്ന അതിനേക്കാൾ മാരകമായ മറ്റൊരു വിഷയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. Glory to God. Glory to God. This morning, are you willing to say, Lord, I repent? I repent. ഇന്ന് രാവിലെ സമയം കർത്താവിനോട് പറയുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ അനുതാപത്തോട് കടന്നു വരുന്നു. Hallelujah. On that last day. ദിവസം ഇന്നാണ് പ്രിയപ്പെട്ടവരെ. That day is today. That day is today. ആ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളെന്ന് പറയുന്ന ആ ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത്. The day is today. ആ ദിവസം ഇന്നാണ്. The Spirit of the Lord will fill us in the innermost being. He will flow rivers of living water, outwardly flowing to others. ദൈവാത്മാവ് വാസ്തവമായി നമ്മുടെ ഉള്ളിൽ ആ ആത്മജലത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നിറച്ച് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയല്ല, അകത്തുനിന്നും അത് പുറത്തേക്ക് പ്രവഹിച്ച് ആത്മജല പ്രവാഹം ഉണ്ടാവുന്നതിന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God's supply never runs out. ദൈവത്തിന്റെ സംഭരണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം നൽകുന്നത് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല, നിന്നു പോകുന്നില്ല. It's not 3/4, it keeps on going. അളവ് വെച്ചല്ല ദൈവം പകർന്നു കൊടുക്കുന്നത്. Hallelujah. ഒഴുകി 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 overflowing life, overflowing. ദൈവാത്മാവ് പകർന്ന് നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് അളവാണ് നമുക്ക് നൽകുന്നത്. അനുഭവത്തിലേക്ക് നമുക്ക് അളക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളോട് പകരുകയാണ് ദൈവം. Do not be drunk with wine, but be filled with the Spirit. Be filled with the Spirit. കുടിച്ച് മത്തരാവാൻ അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവാത്മാവിനുള്ള പ്രവാഹത്താൽ അതിൽ നീന്തി കുടിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന അനുഭവമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Let's stand together and pray this prayer from the bottom of your hearts. എന്നോട് ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയംഗമായി പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Lord, I want to be filled with the Spirit. ദൈവമേ, വാസ്തവമായി ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to clear out everything that's not of you, Lord. അതിന് നിനക്ക് ഹിതകരമല്ലാത്ത നിന്റെ മുമ്പിൽ വിശുദ്ധമല്ലാത്തതായ സകല കാര്യങ്ങളെ നീക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ആകാൻ എനിക്ക് ഇഷ്ടമില്ല, ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാവിലെ സമയം, ഈ ഉച്ച സമയത്ത്, in this noon time on September 8th, I clear out the things that are not pleasing to you. ദൈവമേ, അങ്ങേക്ക് തൃപ്തികരമല്ലാത്ത, അങ്ങേക്ക് ഹിതകരമല്ലാത്തതായ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഇപ്പോൾ തന്നെ എന്നിൽ നിന്നും സമ്പൂർണ്ണമായി നീക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be cleansed by the power of your Spirit. അങ്ങയുടെ ആത്മാവിനായുള്ള ശുദ്ധീകരണം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വാഞ്ചിക്കുന്നു കർത്താവേ. I confess my sins, Lord. ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന കർത്താവേ. Things that I've said, things that I've done, things that I've thought, all these actions, Lord, I clear it out. I confess it this morning. നിനക്ക് ഹിതകരമല്ലാതെ ഞാൻ ചിന്തിച്ചായ കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ, പ്രവർത്തിച്ചതായ കാര്യങ്ങൾ, അതിനെല്ലാം എന്നിൽ നിന്ന് നീക്കുവാൻ ശുദ്ധീകരണം ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. Hallelujah. I want to yield to you, Lord. ഞാൻ സമ്പൂർണ്ണമായും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചു തരുന്ന കർത്താവേ. Oh Lord, I yield myself to you. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പിൽ കീഴടക്കി തരുന്നു. I want that Spirit, Lord. ആ ശ്രേഷ്ഠമായ ആത്മാവിനെ എനിക്ക് ആവശ്യമാണ്. I want that Holy Spirit of God. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് I ആവശ്യമാണ്. want that Pentecostal power of God. പെന്തക്കോസ്തിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. I want that overflowing life. നിറഞ്ഞു കവിയുന്ന ആ ജീവജലത്തിന് ആ ജീവൻ എനിക്ക് ആവശ്യമാണ്. Hallelujah. How many of you will pray that prayer? Every head bowed, every eye closed. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. ദൈവമേ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ ഇന്ന് രാവിലെ. Fill me, Lord, with a double portion of your Spirit this morning. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിനാല് ഇരട്ടി ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയും. How many of you will pray that prayer this morning? പ്രാർത്ഥിപ്പാൻ കഴിയും. Fill me, Lord.